നമസ്കാരം. കീറ്റുവിനിൻ്റെ +1 ബയോളജി സീരീസിലേക്ക് സ്വാഗതം. ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണം ജീവികളിൽ എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയുള്ള ലാസ്റ്റ് വീഡിയോ ആണിത്. +1 പാഠഭാഗത്തിലെ സകല പോയിന്റ്സും ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിന്റെ മുൻപുള്ള ടെക്സ്റ്റ് ബുക്ക് ഭാഗങ്ങൾ 4 പാർട്ടായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കാണുക. അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റ്സ് ഏതൊക്കെയാണെന്ന് പറയാം. കിങ്ഡം പ്ലാന്റേ, കിങ്ഡം അനിമേലിയ, വൈറസുകൾ, വൈറോയിഡുകൾ, പ്രിയോണുകൾ, ലൈക്കനുകൾ. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ആദ്യമായി കിങ്ഡം പ്ലാന്റയെ കുറിച്ച് നോക്കാം. കിങ്ഡം പ്ലാന്റേ പൊതുവെ സസ്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവയുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവ യൂക്കാരിയോട്ടിക് ആണ്, മൾട്ടി സെല്ലുലർ ആണ്. അതുപോലെ ഭൂരിഭാഗവും സ്വപോഷികളായിരിക്കും, അതായത് സ്വന്തമായി ആഹാരം പാകം ചെയ്യാൻ പറ്റുന്നവയായിരിക്കും, അതായത് ഓട്ടോട്രോപിക് ആയിരിക്കും. എന്നാൽ ഓട്ടോട്രോപിക് അല്ലാത്തവയുമുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്, അതായത് പ്രാണികളെ പിടിക്കുന്ന സസ്യങ്ങൾ. അതിന് എക്സാമ്പിളാണ് യൂട്രിക്കുലേറിയ, അതായത് ബ്ലാഡർ വേർട്ട്, വീനസ് ഫ്ലൈ ട്രാപ്പ്. ഈ കൊടുത്തിരിക്കുന്നതാണ് വീനസ് ഫ്ലൈ ട്രാപ്പ്. ഇത് യൂട്രിക്കുലേറിയ. ഇവ ഭാഗിക പരപോഷികളാണ്. പരാത സസ്യങ്ങളുമുണ്ട്. പരാത സസ്യത്തിന് ഉദാഹരണമാണ് മൂടിലാത്താളി അഥവാ കസ്ക്യൂട്ട. സസ്യകോശം യൂക്കാരിയോട്ടിക് ആണ് എന്ന് പറഞ്ഞു. സസ്യകോശത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ക്ലോറോഫിൽ അഥവാ ഹരിതകണം ഉണ്ടായിരിക്കും. അതുപോലെ കോശഭിത്തിയും ഉണ്ടായിരിക്കും. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലോസ് എന്ന് പറയുന്ന പദാർത്ഥം കൊണ്ടാണ്. കിങ്ഡം പ്ലാന്റയിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം. കിങ്ഡം പ്ലാന്റയിൽ ആൽഗ വരുന്നുണ്ട്, ബ്രയോഫൈറ്റുകൾ, ടെറിഡോഫൈറ്റുകൾ, അനാവൃത ബീജസസ്യങ്ങൾ, ആവൃത ബീജസസ്യങ്ങൾ. ഇത്രയുമാണ് കിങ്ഡം പ്ലാന്റയിൽ ഉൾപ്പെടുന്നത്. കിങ്ഡം പ്ലാന്റയിലെ മെമ്പേഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻസ്, അതായത് തലമുറകളുടെ അനുവർത്തനം. അതായത് സസ്യങ്ങളുടെ ജീവിത ചക്രത്തിൽ വ്യക്തമായ 2 ജീവിതഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തത് സ്പോറോഫൈറ്റിക് ഘട്ടം, അടുത്തത് ഗാമിറ്റോഫൈറ്റിക് ഘട്ടം. സ്പോറോഫൈറ്റിക് ഘട്ടം എന്ന് പറയുന്നത് ദ്വിപ്ലോയിഡ് ആയിട്ടുള്ള ഘട്ടമായിരിക്കും. എന്നാൽ ഗാമിറ്റോഫൈറ്റിക് ഘട്ടം എന്ന് പറയുന്നത് ഏകപ്ലോയിഡ് അഥവാ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഘട്ടമായിരിക്കും. ഈ 2 ഘട്ടവും ഒന്നിടവിട്ട് നടക്കുന്നു. ഏകപ്ലോയിഡ്, ദ്വിപ്ലോയിഡ് ഘട്ടങ്ങളുടെ ദൈർഘ്യം ഈ ഘട്ടങ്ങൾ സ്വതന്ത്രമായി നിലനിൽക്കുന്നതാണോ മറ്റുള്ളവയെ ആശ്രയിക്കുന്നതാണോ എന്നുള്ളതെല്ലാം വ്യത്യസ്ത സസ്യ വിഭാഗങ്ങളിൽ വ്യത്യസ്തമായിരിക്കും. ഈ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരാണ് തലമുറകളുടെ അനുവർത്തനം അഥവാ അൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അടുത്ത കിങ്ഡത്തിലേക്ക് പോകാം. കിങ്ഡം അനിമേലിയ. ഈ കിങ്ഡത്തിന്റെ അടിസ്ഥാന സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കിങ്ഡം പ്ലാന്റയെ പോലെ തന്നെ ഇവയും യൂക്കാരിയോട്ടിക് ആണ്, അതുപോലെ മൾട്ടി സെല്ലുലാറുമാണ്. എന്നാൽ കിങ്ഡം പ്ലാന്റയിൽ നിന്ന് കിങ്ഡം അനിമേലിയയിലെ മെമ്പേഴ്സിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇവയ്ക്ക് കോശഭിത്തിയില്ല. സസ്യങ്ങൾക്ക് സെല്ലുലോസ് കൊണ്ട് നിർമ്മിച്ച ഒരു കോശഭിത്തി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇവയ്ക്ക് കോശഭിത്തി ഇല്ല. അതുപോലെ കിങ്ഡം അനിമേലിയ പരപോഷികളെയാണ് ഉൾക്കൊള്ളുന്നത്. അതായത് സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ ഇവയ്ക്ക് കഴിയില്ല. ഇവ ഭക്ഷണത്തിന് വേണ്ടി സസ്യങ്ങളെ നേരിട്ടോ ഭാഗികമായോ ആശ്രയിക്കുന്നു. കിങ്ഡം അനിമേലിയയിലെ പോഷണ രീതി നോക്കാം. ഇവയിൽ ഭൂരിഭാഗവും ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ കാണിക്കുന്നു. ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം മുഴുവനായി ഉള്ളിലേക്ക് എടുക്കുന്ന രീതിയാണ്. ഇങ്ങനെ ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുകയും ശരീരത്തിനുള്ളിലെ അറയിൽ ഭക്ഷണത്തെ ദഹിപ്പിച്ച് ഗ്ലൈക്കോജന്റെയോ കൊഴുപ്പിന്റെയോ രൂപത്തിൽ സംഭരിക്കുകയും ചെയ്യുന്നു. ഇവയ്ക്ക് വ്യക്തമായ വളർച്ചാ രീതികളുണ്ട്. മെച്ചേർഡ് ആവുമ്പോൾ, അതായത് പൂർണ്ണ വളർച്ച എത്തിക്കഴിയുമ്പോൾ കൃത്യമായ ഷേപ്പിലും സൈസിലും കാണപ്പെടുന്നു. ഹയർ ലെവൽസിലുള്ള ജീവികളിലൊക്കെ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഇന്ദ്രിയ, നാഡീയ, പേശീയ സംവിധാനങ്ങൾ കാണാം. അതായത് നെർവസ് സിസ്റ്റം, മസ്കുലാർ സിസ്റ്റം എല്ലാം ഹയർ അനിമൽസിൽ നന്നായി വികാസം പ്രാപിച്ചിരിക്കുന്നതായി കാണാൻ പറ്റും. മിക്കവാറും എല്ലാ അനിമൽസും ചലിക്കാൻ കഴിവുള്ളവയാണ്. അനിമേലിയയിലെ റീപ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ലൈംഗിക പ്രത്യുൽപാദനം, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഇവയിൽ നടക്കുന്നത്. ആൺ പെൺ ജീവികളുടെ ഇണചേരലും അതിനെ തുടർന്ന് എംബ്രിയോ അഥവാ ഭ്രൂണത്തിൻ്റെ ഫോർമേഷനും അതിൻ്റെ വികാസവും എല്ലാം നടക്കുന്നു. ഇനി കോശരഹിത ജീവികളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. വിറ്റാക്കറുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കോശരഹിത ജീവികളെ കുറിച്ച് ഒരു സൂചനയും നൽകിയിട്ടില്ല. അവയെക്കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ ചുരുക്കത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോവാം. ഇതിൽ ഉൾപ്പെടുന്നവയാണ് വൈറസുകൾ, വൈറോയിഡുകൾ, പ്രിയോണുകൾ, ലൈക്കനുകൾ. ഇതിൽ ആദ്യം പറയുന്ന വൈറസുകളെ കുറിച്ച് നോക്കാം. ഇവയ്ക്ക് കോശരൂപമില്ല, അതായത് നോൺ സെല്ലുലാർ ആണ്. ഹോസ്റ്റ് സെല്ലിന് പുറത്ത് ജീവനില്ലാത്തവയായിരിക്കും. അതുപോലെ പരൽ പോലുള്ള ഒരു ഘടനയുമായിരിക്കും, അതായത് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും.
വൈറസുകളുടെ നിശ്ചിത ആതിഥേയ കോശങ്ങൾക്ക് പുറത്ത് അവ നിഷ്ക്രിയമാണ്. അവ പൂർണ്ണ പരാതങ്ങളാണ്. എന്നാൽ ജീവനുള്ള ഒരു കോശത്തിനകത്ത് പ്രവേശിച്ചാൽ അവ ആ കോശത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ആതിഥേയ കോശത്തിനുള്ളിൽ വെച്ച് വിഭജിച്ച് അനേകം പതിപ്പുകൾ ഉണ്ടാക്കുകയും ആ കോശത്തെ തന്നെ നശിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് സാധാരണയായി വരുന്ന ജലദോഷത്തിൻ്റെ രോഗകാരി വൈറസാണ്. ഇനി വൈറസിൻ്റെ കുറച്ച് ഹിസ്റ്ററിയാണ് നോക്കാനുള്ളത്. വൈറസ് എന്ന പദത്തിൻ്റെ അർത്ഥം വിഷം അഥവാ ദോഷകരമായ ദ്രാവകം എന്നാണ്. വൈറസ് എന്ന പേര് നൽകിയത് ലൂയി പാസ്റ്ററാണ്. എന്നാൽ DJ ഇവാനോവ്സ്കി എന്നൊരു സയൻറ്റിസ്റ്റ് 1892 പുകയില ചെടിയിൽ മൊസൈക്ക് രോഗത്തിന് കാരണമാകുന്നത് ചില സൂക്ഷ്മജീവികൾ ആണ് എന്ന് തിരിച്ചറിഞ്ഞു. ഇവ ബാക്ടീരിയകൾക്ക് കടന്നു പോകാനാവാത്ത തരം അരിപ്പകളിലൂടെ കടന്നു പോകുന്ന സൂക്ഷ്മജീവികളാണ് എന്നും അദ്ദേഹം കണ്ടെത്തി. 1898 MW ബേജറിനിക്ക് രോഗം ബാധിച്ച പുകയില ചെടിയുടെ സത്ത് ആരോഗ്യമുള്ള സസ്യങ്ങളിൽ രോഗമുണ്ടാക്കുന്നു എന്ന് തെളിയിച്ചു. അദ്ദേഹം ആ ദ്രാവകത്തെ വിളിച്ച പേരാണ് കണ്ടാജിയം വൈവം ഫ്ലൂയിഡം അഥവാ ഇൻഫെക്ഷ്യസ് ലിവിങ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ സാംക്രമിക ജീവദ്രാവകം. 1935 WM സ്റ്റാൻലി വൈറസുകളെ പരലുകളാക്കാൻ കഴിയുമെന്നും പരലുകൾ കൂടുതലും പ്രോട്ടീൻ നിർമ്മിതമാണ് എന്നും കണ്ടെത്തി. ഇനി വൈറസിന്റെ സ്ട്രക്ചർ എങ്ങനെയെന്ന് നോക്കാം. വൈറസ് ന്യൂക്ലിയർ പ്രോട്ടീൻ കൊണ്ട് നിർമ്മിതമാണ്. ഇതിന് പുറമെയായിട്ടൊരു പ്രോട്ടീൻ ആവരണമുണ്ട്. അതിനെ കാസ്പിഡ് എന്നാണ് പറയുന്നത്. കാസ്പിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് കുറെ ഉപഘടകങ്ങൾ ചേർന്നാണ്. ഈ ഉപഘടകങ്ങളെ പറയുന്ന പേരാണ് കാസ്പോമിയർ. ഈ കാസ്പോമിയറുകൾ ഹെലിക്കൽ അല്ലെങ്കിൽ പോളിഹെഡ്രൽ ജ്യാമിതീയ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. വൈറസുകൾക്ക് ഒരു ജനിതക വസ്തു ഉണ്ടായിരിക്കും. ഈ ജനറ്റിക് മെറ്റീരിയൽ ഒന്നുകിൽ DNA അല്ലെങ്കിൽ RNA ആയിരിക്കും. രണ്ടും ഒരുമിച്ച് ഉണ്ടാകില്ല. ഈ ജനിതക വസ്തു ആണ് രോഗപകർച്ചയ്ക്ക് കാരണമാകുന്നത്. സാധാരണയായി സസ്യങ്ങളെ ആക്രമിക്കുന്ന വൈറസുകൾക്ക് ഒരു ഇഴയുള്ള RNA ആയിരിക്കും. എന്നാൽ ജന്തുക്കളെ ആക്രമിക്കുന്ന വൈറസുകൾക്ക് ഒരു ഇഴ അല്ലെങ്കിൽ ഇരട്ട ഇഴകളുള്ള RNA അല്ലെങ്കിൽ ഇരട്ട ഇഴകളുള്ള DNA ആണ് ഉള്ളത്. ഇവിടെ രണ്ട് പിക്ചർ കാണുന്നുണ്ടല്ലോ. ഇത് ടെക്സ്റ്റ് ബുക്കിലെ സെയിം പിക്ചർ തന്നെയാണ്. ഇതിൽ ആദ്യം കാണിച്ചിരിക്കുന്നതാണ് TMV, അതായത് ടുബാക്കോ മൊസൈക്ക് വൈറസ്. ഇതിൻ്റെ ജനിതക വസ്തുവായ RNA ഇവിടെ കാണിച്ചിട്ടുണ്ട്. വൈറൽ കാസ്പിഡും കാണാം. രണ്ടാമത്തെ പിക്ചർ ബാക്ടീരിയോഫേജിൻ്റേതാണ്. ബാക്ടീരിയോഫേജുകൾ ബാക്ടീരിയയെ ആക്രമിക്കുന്ന വൈറസുകളാണ്. ഇനി വൈറസുകൾ ഉണ്ടാക്കുന്ന രോഗങ്ങളെ കുറിച്ചാണ് നോക്കാനുള്ളത്. വൈറസുകൾ മനുഷ്യരിലും സസ്യങ്ങളിലും രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മനുഷ്യരിലെ ചില വൈറസ് രോഗങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എയ്ഡ്സ്, മുണ്ടിനീര്, വസൂരി, ഹെർപ്പിസ്, ജലദോഷം, ഇതെല്ലാം വൈറസ് രോഗങ്ങളാണ്. സസ്യങ്ങളിലെ വൈറസ് രോഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. മൊസൈക്ക് രൂപീകരണം, ഇല ചുരുളൽ, ഇല മഞ്ഞളിക്കൽ, ഞരമ്പ് ചീയൽ, വളർച്ച മുരടിക്കൽ. ഇനി വൈറോയിഡുകളെ കുറിച്ച് നോക്കാം. ഇവ വൈറസുകളെക്കാൾ ചെറുതാണ്. ഇവ സ്വതന്ത്ര RNAകളാണ്. ഇവയ്ക്ക് വൈറസുകളിലേതുപോലെ പോലെ മാംസ്യാവരണമില്ല. അതിനാലാണ് വൈറോയിഡുകൾ എന്ന് അറിയപ്പെടുന്നത്. വളരെ ചെറിയ തന്മാത്രാഭാരമുള്ള RNAകളാണ് വൈറോയിഡുകളിൽ ഉള്ളത്. വൈറോയിഡുകളും സസ്യങ്ങളിൽ രോഗങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. ഉരുളക്കിഴങ്ങിലെ സ്പിൻഡിൽ ട്യൂബർ രോഗം ഉണ്ടാക്കുന്നത് വൈറോയിഡുകളാണ് എന്ന് തിരിച്ചറിഞ്ഞത് 1971 TO ഡൈനർ ആണ്. അടുത്തതാണ് പ്രയോണുകൾ. അസ്വാഭാവികമായ മടക്കുകളുള്ള മാംസ്യ ക്രമീകരണത്തോടു കൂടിയ ഏജന്റുകളാണിവ. ഇവയ്ക്ക് വൈറസുകൾക്ക് സമാനമായ വലിപ്പമുണ്ടാവും. ഇവ മനുഷ്യരിലും മൃഗങ്ങളിലും നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് കാരണമാവുന്നു. ഉദാഹരണത്തിന് കന്നുകാലികളിലെ BSCയുടെ ഫുൾ ഫോമാണ് ബൊവൈൻ സ്പോഞ്ചിഫോം എൻസെഫലോപ്പതി, അതായത് ഭ്രാന്തി പശുരോഗം. അതിന് സമാനമായി മനുഷ്യരിൽ കാണപ്പെടുന്ന രോഗമാണ് CJD, അതായത് ക്രൂസിഫെൽറ്റ് ജേക്കബ് ഡിസീസ്. അടുത്ത നോൺ സെല്ലുലാർ എൻറ്റിറ്റീസ് ആണ് ലൈക്കനുകൾ. ലൈക്കനുകൾ സഹജീവന ബന്ധമാണ്. ആൽഗകളും ഫംഗസുകളും തമ്മിലുള്ള സിംബയോട്ടിക് അസോസിയേഷനാണ് ലൈക്കനുകൾ. ഇവിടെ രണ്ട് ജീവികളും പരസ്പരം ഉപകാരം ചെയ്ത് ജീവിക്കുന്നു. ലൈക്കനിലെ ആൽഗൽ ഘടകത്തെ ഫൈക്കോബയോണ്ട് എന്നാണ് പറയുന്നത്. ഇത് ഫംഗൽ ഘടകത്തിന് ഭക്ഷണം നൽകുന്നു.
ഫംഗൽ ഘടകത്തെ പറയുന്ന പേരാണ് മൈക്കോബയോണ്ട്. ഇത് ആൽഗൽ ഘടകത്തിന് പാർപ്പിടം നൽകുന്നു, കൂടാതെ ധാതു, പോഷകങ്ങളും ജലവുമൊക്കെ ആഗിരണം ചെയ്ത് നൽകുന്നു. ലൈക്കനുകളുടെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ അവ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, അതായത് അന്തരീക്ഷ മലിനീകരണത്തിന്റെ നല്ല സൂചകങ്ങളാണ്. കാരണം മലിനമായ അന്തരീക്ഷത്തിൽ ലൈക്കനുകൾ കാണപ്പെടുന്നില്ല. ഇത്രയുമൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കിയ കാര്യങ്ങൾ സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. കിങ്ഡം പ്ലാന്റ്, കിങ്ഡം അനിമീലിയ, വൈറസുകൾ, വൈറോയിഡുകൾ, പ്രിയോണുകൾ, ലൈക്കനുകൾ, ഇത്രയുമാണ് നോക്കിയത്. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുക തന്നെ ചെയ്യും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്